ആഫ്റ്റർ +2 കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലോട്ട് തിരിയാം അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും തിരിയുന്ന ഒരു മേജർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടായിരിക്കും. അപ്പൊ +2 ബയോളജി സയൻസ് കഴിഞ്ഞവർ മെഡിക്കൽ ഫീൽഡിൽ എന്ന പോലെ +2 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടായിരിക്കും തിരിയുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് സിവില്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് എന്നിങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസും ഉണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് നമുക്കിപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടായാലും ഏത് ഫീൽഡിലോട്ടായാലും നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ AI ML, ഇപ്പൊ ഡേറ്റ സയൻസ്, അല്ലെങ്കിൽ ഇപ്പൊ പൈത്തൺ, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഇതിന് പുറമെ ഇപ്പൊ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ല, നിങ്ങൾക്ക് ഡിഗ്രി ഇതിന്റെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രി ഫീൽഡ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ ഇപ്പം BSc കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് PG സെക്ഷനായിട്ട് MSc നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. BCA എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അതിന്റെ PG സെക്ഷൻ വരുന്നത് MCA ആണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഈ BCA MCA എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒരു 5 ഇയർ കോഴ്സ് ആയിട്ട് അത് വരുന്നുണ്ട്. ഇനി നിങ്ങൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ BScയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും റിസർച്ച് പരമായിട്ട് പോവാനോ അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചിങ് പരമായിട്ടോ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് എഞ്ചിനീയറിംഗ് അല്ല, ഇപ്പൊ ഡിഗ്രി കോഴ്സുകളിനൊക്കെ പുറമെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ആർട്ടിലോട്ടാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കോഴ്സാണ് BVA, അതായത് ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് 4 മെയിൻ കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ, ഇന്റീരിയർ ഡിസൈനിങ്, പിന്നെ പ്രോഡക്റ്റ് ഡിസൈനിങ്ങും പിന്നെ ഗെയിം ഡിസൈനിങ്. ഈ ഒരു 4 കാറ്റഗറി ആയിരിക്കും ഇതിൽ കൂടുതലും മെയിൻ ആയിട്ട് വരുന്നത്. ഒരു ബിസിനസ് മൈൻഡ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബാങ്കിങ് ഫീൽഡിലോട്ടാണ് എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം BBA എന്നുള്ളൊരു കോഴ്സ് അല്ലെങ്കിൽ BCom എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. BBA എന്ന് പറയുമ്പോഴത്തേക്കും ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതിന്റെ PG സെക്ഷനായിട്ട് നിങ്ങൾക്ക് MBA കൂടി ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം MBAയിൽ നിങ്ങൾക്ക് ഓരോ സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നിങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ അതിനകത്ത് അവൈലബിൾ ആയി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് അതിലൊരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്തിട്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഓപ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇനി BCom ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ BCom നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിങ് ഫീൽഡിലോട്ട് കയറാനായിട്ട് സാധിക്കും. ഇനി BSW എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് സോഷ്യൽ വർക്കിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ BSW കഴിഞ്ഞിട്ട് എബ്രോഡൊക്കെ പോകാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ UK-യിലും കാനഡയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കോഴ്സ് എടുത്തവർക്ക് വേണ്ടി വരുന്നു. നിങ്ങൾക്ക് ആർട്സ് പരമായിട്ടാണ് നോക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർട്സ് പരമായിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BA എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. BAയിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ലാംഗ്വേജസ് വരുന്നുണ്ട്. ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, അറബിക് എന്നിങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജസ് നമുക്ക് ഈ BA സെക്ഷനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്സ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഈ ഒരു BA സെക്ഷനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട്, അതായത് +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നും ഏതൊക്കെ മേഖലയിലോട്ട് തിരിയാം എന്നുള്ള കാര്യം നമ്മൾ നോക്കിയില്ലേ. ഈ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഈ മെഡിക്കൽ പരമായിട്ട് തിരിയാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഈ മെഡിക്കൽ പരമായിട്ട് തിരിയാന്നുള്ളത് ഉണ്ട്. അപ്പൊ നമുക്ക് GNM, നഴ്സിംഗ് പരമായിട്ടാണ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNM ചൂസ് ചെയ്യാം. GNM എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ നഴ്സിംഗ് ആണ്. നിങ്ങൾക്ക് GNM കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് BSc നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് BSc നഴ്സിംഗിന്റെ ഇക്വലൻസി കിട്ടും നിങ്ങൾക്ക് ഈ ഒരു GNM കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc ചൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ DPharm ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഇപ്പൊ മെഡിക്കൽ പരമായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ഈ ഒരു സയൻസ് അല്ലെങ്കിൽ ഇപ്പൊ +2 സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് എന്താണോ നമ്മൾ അതിനനുസരിച്ച് വേണം +2 കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സുകൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഈ കോഴ്സുകളെല്ലാം ഏതൊക്കെ കോളേജസിൽ ഉണ്ടെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് കാണുമല്ലേ. അപ്പം ഈ പറഞ്ഞ കോഴ്സുകൾ ഏതൊക്കെ കോളേജസിൽ ഉണ്ടെന്നുള്ളതും കോളേജ് ഫെസിലിറ്റീസിനെ കുറിച്ചും മറ്റ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും അറിയാൻ ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.